തജിക്കിസ്ഥാനിലെ പുരാതനകാലം മുതൽ തുടർച്ചയായി ജനവാസമുള്ള ഖുജന്ദിലൂടെ സഞ്ചാരം തുടരുകയാണ്. ഞാൻ തജിക്കിസ്ഥാനിലെത്തിയിട്ട് 2ാം ദിനത്തിലെ പ്രഭാതമാണ്. ഹോട്ടലിൽ നിന്നും ചെക്കൗട്ട് ചെയ്താണ് യാത്ര. പെരുന്നാൾ ദിനമാണിന്ന്. അതുകൊണ്ട് പട്ടണത്തിൽ വലിയ തിരക്കുണ്ടാവില്ലെന്നും ആളുകൾ വീടുകളിൽ കഴിയുകയായിരിക്കുമെന്നുമാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല. സാധാരണ പ്രവൃത്തി ദിനത്തിലെന്ന പോലെ ഈ തെരുവുകളിലെല്ലാം വാഹനങ്ങളും ആളുകളെയും കാണുന്നു. ഒരു കെട്ടിടത്തിന് മുന്നിൽ കുറെ ആളുകൾ കൂടി നിൽപ്പുണ്ട്. കെട്ടിടത്തിണ്ണയിൽ ഒരു ബാൻഡുണ്ട്. പെരുന്നാൾ ആഘോഷവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും പരിപാടിയായിരിക്കാം. പരിപാടി എന്താണെന്ന് മനസ്സിലായില്ല. ഏതായാലും ഞാൻ അവിടേക്ക് ഇറങ്ങിച്ചെന്നു. ഹാളിനകത്ത് കുറെ ആളുകളുണ്ട്. വരാന്തയിലുമുണ്ട് കുറച്ചുപേർ. തജിക്കുകളുടെ ദേശീയ വാദ്യമായ കാർണയാണ് ഇവർ ഉപയോഗിക്കുന്നത്. നീളമേറിയ ഒരു ട്രംപറ്റ് എന്നതിനെ വിശേഷിപ്പിക്കാം. തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലും ഇറാനിലും ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന പരമ്പരാഗത വാദ്യമാണ് കാർണെ. ദഫും ജാസ് ഡ്രംസുമെല്ലാം കുഴൽവാദ്യത്തിന് അകമ്പടിയാവുന്നു. എന്റെ ഗൈഡ് ഷഹബാസ് സംഗതി എന്താണെന്ന് അന്വേഷിച്ച് പറഞ്ഞു തന്നു. ഇവിടെ ഒരു വിവാഹം നടക്കാൻ പോവുകയാണ്. വധുവിന്റെ ആൾക്കാർ വരന്റെ പാർട്ടിയെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു. ആ സ്വീകരണത്തിനു വേണ്ടിയാണ് ഈ ബാൻഡ് മേളം. വരിയൊപ്പിച്ച് ഈ നടന്നുവരുന്നവർ വരന്റെ വീട്ടുകാരും ബന്ധുക്കളുമാണ്. മിക്കവരും തലയിൽ ആചാരപരമായ തൊപ്പി അണിഞ്ഞിട്ടുണ്ട്. ആതിഥേയനാകാം. ഓരോരുത്തരെയും ആശ്ലേഷിച്ചും ഹസ്തദാനം ചെയ്തും സ്വീകരിക്കുന്നു. അദ്ദേഹത്തിന്റെ തലയിലുമുണ്ട് തജിക് തൊപ്പി. ടുബറ്റൈഗ എന്നാണ് ഈ തൊപ്പി അറിയപ്പെടുന്നത്. സെൻട്രൽ ഏഷ്യൻ ക്യാപ്പ് എന്നൊരു വിശേഷണവുമുണ്ട് അതിന്. തജിക്കിസ്ഥാൻ, ഖസാക്കിസ്ഥാൻ, കിർഗിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ എന്നിവിടങ്ങളിലും റഷ്യയിലെ മുസ്ലിം പ്രദേശങ്ങളിലും ആളുകൾ ധരിക്കുന്ന തൊപ്പിയാണ് ടുബറ്റൈക. വളരെ ആചാരപരമായതും 7 ദിവസം നീണ്ടുനിൽക്കുന്നതുമായ വിവാഹാഘോഷങ്ങൾ ഉണ്ടായിരുന്ന നാടാണ് തജിക്കിസ്ഥാൻ. ചില ഗോത്രഗ്രാമങ്ങളിൽ ഇപ്പോഴും അത്തരം ചടങ്ങുകൾ നടക്കുന്നുണ്ട്. നല്ല ഉത്സാഹത്തിലാണ് കലാകാരന്മാർ. ദഫും ക്ലാർനെറ്റും കാർണെ കാഹളത്തിന് അകമ്പടിയാവുന്നു. കിർഗിസ്ഥാനിൽ ഈ സംഗീതോപകരണം ജസ് കർണെ എന്നാണ് അറിയപ്പെടുന്നത്. 2.5 മീറ്റർ വരെ നീളമുള്ള ലോഹക്കുഴൽ. അല്പനേരം ഞാൻ ആ സംഗീതം ആസ്വദിച്ചു നിന്നു. അങ്ങനെ നിൽക്കെ മുല്ല അഥവാ പുരോഹിതൻ എന്ന് തോന്നുന്ന ഒരാൾ കടന്നുവരുന്നു. അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് സ്വീകരിച്ച് ഓഡിറ്റോറിയത്തിനകത്തേക്ക് കൊണ്ടുപോവുകയാണ്. ചടങ്ങുകൾ തുടങ്ങുന്നതിനു മുൻപ് വധുവിന്റെ ബന്ധുക്കൾ വിവാഹത്തിനുള്ള അവളുടെ സമ്മതം മുല്ലയെ അറിയിക്കണം. അതിനുശേഷം മാത്രമേ അദ്ദേഹം വിവാഹ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കൂ. തികച്ചും സ്വകാര്യമായ ചടങ്ങാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓഡിറ്റോറിയത്തിനകത്ത് കയറി ഒരു തജിക് വിവാഹം ഷൂട്ട് ചെയ്യുക എന്ന ആഗ്രഹം നടന്നില്ല. കുറച്ചു നേരം കൂടി ഞാൻ കാർണെ സംഗീതം കണ്ടും കേട്ടും നിന്നു. എത്രയോ നൂറ്റാണ്ടുകളായി തജിക്കിസ്ഥാനിൽ ഉപയോഗത്തിലുള്ള സംഗീതോപകരണമാണ് കാർണെ. ആധുനിക കാലത്ത് അതിന് അകമ്പടിയാകാൻ ക്ലാർനെറ്റും ജാസ് ഡ്രംസും എത്തിയിരിക്കുന്നെന്ന് മാത്രം. ഒരു പയ്യനാണ് ദഫ് കൊട്ടുന്നത്. എല്ലാവരും നല്ല ഉത്സാഹത്തിലാണ്. അധിക നേരം ഇവിടെ ചെലവഴിക്കാനില്ലാത്തതിനാൽ ഓഡിറ്റോറിയത്തിനടുത്തു നിന്നും ഞങ്ങൾ യാത്ര തുടർന്നു. ഇതിവിടുത്തെ ഒരു കൺവെൻഷൻ സെന്ററാണ്. ഖുജന്ദിലെ പ്രശസ്തമായ എഹ്സൻ ഹോട്ടലും അതിനു മുന്നിലെ ചത്തുരവും ജലധാരയുമെല്ലാം കടന്നാണ് യാത്ര. തജിക് സീ എന്നറിയപ്പെടുന്ന ഒരു ജലാശയം കാണാനാണ് ഇനി പോകുന്നത്. കൈരാഖും എന്ന കൃത്രിമ ജലാശയമാണത്. പാതയുടെ വശങ്ങളിൽ ആധുനിക ഹോട്ടലുകൾ, വലിയ ധാന്യ സംഭരണികൾ. ഖുജന്ദിന്റെ അടുത്ത കാലത്ത് വികസിച്ച പട്ടണഭാഗങ്ങളാണിത്. സൂപ്പർ മാർക്കറ്റുകളും ഓപ്പൺ എയർ മാർക്കറ്റുകളുമെല്ലാം ഉണ്ട് ഈ 6 വരിപ്പാതയുടെ ഇരുവശത്തുമായി.
തജിക്കിസ്ഥാൻ സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷം വളർന്ന പ്രദേശങ്ങളാണിത്. ഖുജന്ദിലെ സാധാരണക്കാരുടെ ഷോപ്പിംഗ് ഏരിയകളാണ് ഇതെല്ലാം. ചുറ്റുമുള്ള ഗ്രാമങ്ങൾ പലതും ഇപ്പോൾ ഖുജന്ത് പട്ടണത്തിന്റെ ഭാഗമായി കഴിഞ്ഞു. നഗരം ആ ഗ്രാമങ്ങളിലേക്ക് കൂടി വളരുകയായിരുന്നു. തജിക്കിസ്ഥാനിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ് ഖുജന്ത്. വളർച്ചാ നിരക്കിൽ തലസ്ഥാനമായ ദുഷാൻബെയേക്കാൾ മുന്നിലെത്തിക്കഴിഞ്ഞു ഈ നഗരം. പട്ടണഭാഗങ്ങൾ പിന്നിലായി. കൃഷിയിടത്തിന്റെ അതിരിലൂടെ ഒരു തീവണ്ടിപ്പാത കടന്നുപോകുന്നു. സുഖകരമാണ് ഇതുവഴിയുള്ള യാത്ര. നേർരേഖ പോലെ കിടക്കുന്ന 6 വരിപ്പാത. അതിന്റെ ഇരുവശങ്ങളിലേക്കും ഇനി നഗരം വളരാനുള്ളതാണ്. രാജ്യത്തെ ഏറ്റവും പ്രമുഖമായ വാണിജ്യ കേന്ദ്രമാണിത്. വിദേശ പങ്കാളിത്തമുള്ള നിരവധി കമ്പനികൾ ഖുജന്ദിൽ കേന്ദ്രീകരിച്ചു തുടങ്ങിയതോടെ പട്ടണത്തിന്റെ വളർച്ച ദ്രുതഗതിയിലായിട്ടുണ്ട്. ഖുജന്ദിൽ നിന്നും തെക്കുകിഴക്ക് ദിശയിലാണ് ഞങ്ങളുടെ യാത്ര. ഗഫൂറോവ് എന്ന സ്ഥലത്ത് വച്ച് വാഹനം ഹൈവേയിൽ നിന്നും തിരിഞ്ഞു. കൈരാഖും റിസർവോയറിനടുത്തേക്ക് നീണ്ടുപോകുന്ന പാതയാണിത്. ഇക്കാണുന്നതെല്ലാം കൈരാഖും ടൗൺഷിപ്പിന്റെ ഭാഗങ്ങളാണ്. ഗഫൂറോവ് എന്ന ജില്ലയുടെ ഭാഗമാണ് കൈരാഖും ടൗൺഷിപ്പ്. 1950കളിലാണ് ഇവിടെ ഇങ്ങനെയൊരു ടൗൺഷിപ്പ് രൂപപ്പെടുന്നത്. അതിനു മുൻപ് ഏതാനും കുടുംബങ്ങൾ മാത്രം വസിച്ചിരുന്ന ഒരു ചെറു ഗ്രാമമായിരുന്നു ഇത്. കുറച്ചുകൂടി ചെല്ലുമ്പോൾ ഒരു ഭാഗത്ത് വലിയ ക്രെയിനുകൾ ഉയർന്നു നിൽക്കുന്നത് കാണാം. ഞങ്ങളുടെ വാഹനം കൈരാഖും ഡാമിന്റെ മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നതിനുള്ള ക്രെയിനുകളാണ് ഇടതുവശത്തുള്ളത്. ഒരു ഇലക്ട്രിസിറ്റി യാർഡും ഇവിടെയുണ്ട്. ഇതാണ് റിസർവോയർ. മറുകര കാണാത്ത വിധം അതിവിശാലതയിൽ കിടക്കുകയാണത്. 56 കിലോമീറ്ററാണ് റിസർവോയറിന്റെ കൃത്യമായ നീളം. വീതി 15 കിലോമീറ്ററും. മധ്യേഷ്യയിലെ തന്നെ ഏറ്റവും വലിയ കൃത്രിമ ജലാശയങ്ങളിലൊന്നാണ് കൈരാഖും റിസർവോയർ. വൈദ്യുതി ഉൽപാദനത്തിനു പുറമെ ഫെർഗാന സമതലത്തിലെ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് ജലസേചനത്തിനും ഇത് ഉപയോഗപ്പെടുന്നു. ഡാമിന്റെ കുറേ ഭാഗം മണ്ണുകൊണ്ടുള്ള ബണ്ടാണ്. ഡാമിന്റെ ഒരു ഭാഗത്ത് വാഹനം നിർത്തി ഞങ്ങൾ അവിടെ ഇറങ്ങി. ഈജിപ്തിലെ അസ്വാൻ ഡാമിന്റെ പരിസരത്തെ ഓർമ്മിപ്പിക്കും വിധം വരണ്ടുകിടക്കുന്ന ഭൂഭാഗം. കല്ലും മണ്ണും അടുക്കി നിർമ്മിച്ച വലിയ ബണ്ട്. അതിൽ നിൽക്കുമ്പോൾ അങ്ങകലെ മലനിരകളുടെ ചുവട്ടിൽ വരെ എത്തി നിൽക്കുന്ന റിസർവോയറിന്റെ നീലിമ കാണാം. ആളുകൾ ഒഴിവു സമയം ചെലവിടാനെത്തുന്ന ഒരിടമാണിത്. കൈരാഖും റിസർവോയറിന്റെ രൂപീകരണത്തിന് കാരണമായ ഡാമിന്റെ നിർമ്മാണം സോവിയറ്റ് കാലത്ത് 1952ലാണ് ആരംഭിച്ചത്. ഫെർഗാന വാലിയിലെ ആയിരക്കണക്കിന് ചതുരശ്ര കിലോമീറ്റർ വരുന്ന കൃഷിയിടങ്ങളുടെ ജലസേചനമായിരുന്നു ഇതുകൊണ്ട് മുഖ്യമായും ലക്ഷ്യമിട്ടത്. ഖുജന്ത് മേഖലയ്ക്ക് ആവശ്യമായ വൈദ്യുതി ഉൽപാദനവും ലക്ഷ്യമായിരുന്നു. ഡാമിന്റെ ഒരു ഭാഗത്ത് ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിന്റെ ഭാഗമായുള്ള സംവിധാനങ്ങൾ കാണാം. 126 മെഗാവാട്ട് ഉൽപാദനശേഷിയുള്ള പവർ ഹൗസാണ് അവിടെയുള്ളത്. മധ്യേഷ്യയിലെ പ്രമുഖ നദിയായ സൈർ ദരിയയാണ് കൈരാഖും റിസർവോയറിന്റെ ജലസ്രോതസ്. തജിക്കിസ്ഥാനിലും ഉസ്ബെക്കിസ്ഥാനിലുമുള്ള 10,000കണക്കിന് ഹെക്ടർ പ്രദേശങ്ങളെ ഹരിത സമൃദ്ധമാക്കുകയാണ് റിസർവോയർ. ജോസഫ് സ്റ്റാലിന്റെ കാലത്ത് മോസ്കോയിൽ നിന്നുള്ള സാമ്പത്തിക സഹായത്തോടെയായിരുന്നു കൈരാഖും റിസർവോയറിന്റെ നിർമ്മാണം തുടങ്ങിയത്. 1952ലായിരുന്നു അത്. 1959ലാണ് ഡാമിന്റെ നിർമ്മാണം പൂർത്തിയായത്. 523 ചതുരശ്ര കിലോമീറ്ററാണ് ജലാശയത്തിന്റെ ആകെ വിസ്തൃതി. റിസർവോയർ വന്നതോടെ 20 ഗ്രാമങ്ങളാണ് വെള്ളത്തിനടിയിലായിപ്പോയത്. അവിടങ്ങളിലെ 2400 കുടുംബങ്ങളിലുള്ള 12,000 ആളുകളെ തജിക് ഗവൺമെന്റ് വടക്കൻ തജിക്കിസ്ഥാനിൽ പുനരധിവസിപ്പിക്കുകയായിരുന്നു. ബണ്ടിന് മുകളിലൂടെ ഞങ്ങൾ റിസർവോയറിന്റെ മറുകരയിലേക്കാണ് പോകുന്നത്. അവിടെ ഒരു റിക്രിയേഷണൽ ഏരിയയുണ്ട്. ബാക്കൂറിസ്ഥാൻ എന്നാണ് ഈ റിക്രിയേഷണൽ ഏരിയ അറിയപ്പെടുന്നത്. റിസർവോയറിന്റെ തീരത്ത് ധാരാളം തണൽ മരങ്ങളുള്ള ഒരു ഭാഗം. കൈരാഖും ബീച്ച് എന്നാണ് ഖുജന്ദിലുള്ളവർ ഈ പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ഡ്രൈവർ ഇസ്വാൻ തീരത്ത് വാഹനം കൊണ്ടുചെന്ന് നിർത്തി. കടൽ തീരം പോലെ തന്നെയുണ്ട്. ഒരു ഡാമിന്റെ റിസർവോയറാണിതെന്ന് പെട്ടെന്ന് തോന്നില്ല.
ലാൻഡ് ലോക്ക്ഡ് രാജ്യമാണ് തജിക്കിസ്ഥാൻ. കടലോ കടൽ തീരമോ ഇല്ല. അതിനാൽ ഇന്നാട്ടിലെ ജനങ്ങൾ ഒരു ബീച്ചിന്റെ സുഖം അനുഭവിക്കാനെത്തുക ഇവിടെയാണ്. റംസാൻ ദിനത്തിന്റെ പ്രഭാതമായതുകൊണ്ടാവാം ഇവിടെ ആൾത്തിരക്ക് കുറവെന്ന് എനിക്ക് തോന്നി. ഉച്ച കഴിയുമ്പോഴേക്കും ഇവിടെ ജനം വന്ന് നിറയുമെന്നാണ് ഷഹബാസ് പറയുന്നത്. ചെറിയ കുറെ മണ്ഡപങ്ങൾ തീരത്ത് പണിതുവച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാനിരിക്കുന്ന തട്ടാണ്. അതിനൊരു മേൽക്കൂര കൂടി ഉണ്ടെന്ന് മാത്രം. ഒരു പിക്നിക് സ്പോട്ടാണ് റിസർവോയറിന്റെ ഈ തീരം. തജിക് കുടുംബങ്ങളെത്തി മണ്ഡപത്തറയിൽ ചമ്രം പടിഞ്ഞിരുന്ന് മധ്യത്തിലുള്ള മേശയിൽ ഭക്ഷണം വെച്ച് കഴിക്കുകയാവും ചെയ്യുക. അതാണ് തജിക്കിസ്ഥാനിലെ ഒരു ഭോജന രീതി. കുറേയേറെ മണ്ഡപങ്ങളുണ്ട്. ചിലതിലൊക്കെ ആളുകൾ രാവിലെ തന്നെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കലും വോഡ്ക നുകരലും തുടങ്ങിക്കഴിഞ്ഞു. റിസർവോയറിൽ നീന്തി തിമിർത്ത ശേഷം കയറി വന്നിരിക്കുകയാണ് ഇവിടെ കുറച്ചുപേർ. കരയോട് ചേർന്ന ഭാഗത്ത് റിസർവോയറിന് ആഴം വളരെ കുറവാണ്. ഉച്ച കഴിയുന്നതോടെ എത്തുന്ന നൂറുകണക്കിന് ആളുകളെ കാത്തിരിക്കുന്ന മണ്ഡപങ്ങൾ. ഇതിലിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേക വാടക നൽകണം. ശരിക്കും ഈ പ്രദേശം കൈരാഖും ബീച്ച് എന്നു തന്നെയാണ് അറിയപ്പെടുന്നത്. സ്പീഡ് ബോട്ട് തുടങ്ങി റിസർവോയറിൽ ഉല്ലാസത്തിനുള്ള ചില സംവിധാനങ്ങളും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ബാക്കൂറിസ്ഥാൻ എന്നു പേരുള്ള ഒരു ഹോട്ടൽ ഈ പരിസരത്തുണ്ട്. അവർ വികസിപ്പിച്ച റിക്രിയേഷണൽ ഏരിയ ആ ഹോട്ടലിന്റെ പേരിലും അറിയപ്പെടുന്നു. റഷ്യ, ഖത്തർ, ഭൂട്ടാൻ, നേപ്പാൾ, ഈസ്റ്റ് ടിമോർ. സഞ്ചാരം പെൻ ഡ്രൈവ് വോളിയം നമ്പർ 23. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ഇങ്ങനെ കുറെ പേർ കുടുംബസമേതം രാവിലെ തന്നെ തീരത്തെത്തിയിട്ടുണ്ട്. റിസർവോയറിനെ തഴുകിയെത്തുന്ന തണുത്ത കാറ്റ്. ശരിക്കും ഒരു കടൽ തീരം തന്നെ. തജിക് സീ എന്നാണ് ഇന്നാട്ടുകാർ റിസർവോയറിനെ വിളിക്കുന്നത്. കുട്ടികളും മുതിർന്നവരുമെല്ലാം ഇവിടെ വരുന്നു. ഒരു മേശയും കസേരയും വാടകയ്ക്കെടുക്കുന്നു. അവിടെ തീരത്ത് കാറ്റേറ്റിരുന്ന് വീട്ടിൽ നിന്ന് പാകം ചെയ്തു കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കുന്നു. വോഡ്ക നുകരുന്നു. റഷ്യയിലും മധ്യേഷ്യൻ രാജ്യങ്ങളിലുമെല്ലാം സോവിയറ്റ് യൂണിയൻ നിലനിന്ന കാലത്തു തന്നെയുള്ള രീതികളാണിത്. 2 വൃദ്ധകൾ എന്റെ സുഹൃത്ത് അംബുരാജയെ വിളിച്ച് സൽക്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അംബുരാജയാകട്ടെ ആ ആതിഥ്യം സ്വീകരിക്കുന്നുമുണ്ട്. അമ്മൂമ്മമാർ കാര്യമായി തന്നെ വോഡ്കയടിക്കുന്ന കക്ഷികളാണ്. അവർ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഭക്ഷണം അംബുരാജ രുചിച്ചു നോക്കുന്നു. അമ്മൂമ്മമാർ എന്തെല്ലാമോ പറയുന്നുണ്ട്. ഈ സ്ത്രീ എന്നെയും ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. വലിയ ആതിഥ്യമര്യാദയുള്ളവരാണ് ഇന്നാട്ടുകാർ. ഷഹബാസ് അവരുടെ സമീപം സ്ഥാനം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അമ്മൂമ്മമാർ വീട്ടിൽ തയ്യാറാക്കിയ വിഭവങ്ങൾ ഞാനും ഒന്ന് രുചിച്ചു നോക്കി. വീടുകളിൽ ഭക്ഷണമുണ്ടാക്കി അതുമായി ഇത്തരം സ്ഥലങ്ങളിലെത്തി ഇവിടെ ഇരുന്ന് അത് കഴിക്കുന്നതാണ് ഇന്നാട്ടിലെ ഒരു രീതി. അതുകൊണ്ടാവാം ബീച്ചിൽ റെസ്റ്റോറന്റുകളുടെ ബാഹുല്യമില്ല. സ്ത്രീകളോട് സൽക്കാരത്തിന് നന്ദി പറഞ്ഞ് ഞങ്ങൾ വീണ്ടും യാത്ര തുടർന്നു. കൂടുതൽ ആളുകൾ ബീച്ചിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ മരച്ചുവടുകളിലും മറ്റും ഇരിപ്പിടങ്ങൾ ഒരുക്കുന്നു. തീരത്ത് ആളുകൾ വന്നു നിറഞ്ഞു കഴിഞ്ഞു. യുവാക്കളും കുട്ടികളും വെള്ളത്തിൽ കളിച്ചു തിമിർക്കുന്നു. കടലില്ലാത്ത ഒരു രാജ്യത്തിന് ഇത്തരമൊരു റിസർവോയർ തന്നെ വലിയൊരു അത്ഭുതമാണല്ലോ. ശുദ്ധജലമാണിത്. ജലസേചനവും വൈദ്യുതി ഉൽപാദനവും ഒന്നുമല്ല, റിക്രിയേഷനാണ് ഈ റിസർവോയറിലൂടെ ആളുകളെ ആഹ്ലാദിപ്പിക്കുന്നതെന്ന് എനിക്ക് തോന്നി. കുട്ടികളും മുതിർന്നവരുമെല്ലാം ജലപ്പരപ്പിലുണ്ട്. ചിലർ നീന്തൽ പഠിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. മറ്റു ചിലർ കരണം മറിയുന്നു. എനിക്ക് ഇവിടെയൊന്നും അധിക നേരം ചിലവഴിക്കാനില്ല. തജിക് ജീവിതത്തിന്റെ വ്യത്യസ്തതകൾ കണ്ടുകൊണ്ട് യാത്ര തുടരണം. ഇസ്വാൻ ഡിയർ പാർക്കിംഗ് ഫീസ് നൽകി. ഒരു പയ്യൻ ഗേറ്റ് തുറന്നു തരികയും ചെയ്തു.
തജിക്കിസ്ഥാൻ എന്ന നാട്ടിലെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നു എന്നാണ് ഞാൻ ഈ സഞ്ചാരത്തിലൂടെ കാണുന്നത്. അവരുടെ ഉല്ലാസദിനങ്ങൾ, അവരുടെ ജീവിത രീതികൾ, ഇതെല്ലാം ഈ കാഴ്ചകളിലുണ്ട്. റംസാൻ ദിനമാണെങ്കിലും ധാരാളം ആളുകളെ വഴികളിൽ കാണാം. കാർ വീണ്ടും ഡാമിന് മുകളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു ഭാഗത്ത് കടൽ പോലെ റിസർവോയർ. 2016 തജിക് പാർലമെന്റ് ഈ റിസർവോയറിന്റെ പേര് തജിക് സീ എന്നാക്കുന്ന നിയമം പാസാക്കിയിരുന്നു. ഇസ്രായേലിന്റെ ഗലീലി കടലിനേക്കാൾ വലുതാണ് ഈ തജിക് കടൽ. 8 മീറ്ററാണ് റിസർവോയറിന്റെ ആവറേജ് ആഴം. ചിലയിടത്താകട്ടെ അത് 25 മീറ്റർ വരെയുണ്ട്. 420 കോടി ഘനമീറ്റർ ജലം ഇതിലുണ്ട്. 20 കാർഷിക ഗ്രാമങ്ങളെ മുക്കിക്കളയുമെന്നതിനാൽ നിർമ്മാണത്തിന്റെ ആദ്യകാലത്ത് റിസർവോയറിനെതിരെ ചില പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. സോവിയറ്റ് ഗവൺമെന്റ് ആ പ്രതിഷേധത്തെ കാർക്കശ്യം കൊണ്ട് അടിച്ചമർത്തിയില്ല. തജിക്കിസ്ഥാന്റെ വടക്കൻ ഭാഗത്ത് പുതുതായി രൂപപ്പെടുത്തിയ അതിവിസ്തൃതമായ പരുത്തിപ്പാടത്തേക്ക് ഗ്രാമങ്ങളിലെ ജനങ്ങളെ പുനരധിവസിപ്പിച്ചു. ഡാമിനടുത്തു നിന്നും വാഹനം കൈരാഖും ടൗൺഷിപ്പിലേക്ക് വീണ്ടും എത്തിയിരിക്കുന്നു. സോവിയറ്റ് കാലത്തെ ചില കെട്ടിടങ്ങൾ ഇവിടെ കാണാം. മനോഹരമായൊരു പ്രദേശമാണ് കൈരാഖും ടൗൺഷിപ്പ്. ഈ ടൗൺഷിപ്പിന്റെ പരിസരത്ത് ചെറുതും വലുതുമായ കുറെ വ്യവസായങ്ങളുണ്ട്. അവിടങ്ങളിലെ തൊഴിലാളികൾ വസിക്കുന്നതും ഈ ടൗൺഷിപ്പിൽ തന്നെ. ഇതിവിടുത്തെ പഴത്തോട്ടങ്ങളാണ്. ആപ്രിക്കോട്ടും പോംഗ്രാനൈറ്റും എല്ലാം വിളയുന്ന തോട്ടങ്ങൾ. ഖനവ്യവസായശാലകളും അവയുടെ യാർഡുകളും പാതയ്ക്കപ്പുറം കാണാം. ഖുജന്ത് ലെനിനാബാദ് ആയിരുന്ന സോവിയറ്റ് കാലത്താണ് ഇതൊരു വ്യവസായ കേന്ദ്രമായി വളർന്നത്. ഇവിടേക്കുള്ള റെയിൽവേ ലൈൻ സ്ഥാപിതമായതും അക്കാലത്തുതന്നെ. പക്ഷേ സോവിയറ്റ് കാലത്തുണ്ടായിരുന്ന ഫാക്ടറികൾ മിക്കതും ഇപ്പോൾ അടഞ്ഞുകിടക്കുകയാണ്. അവിടെ നിർമ്മിച്ചിരുന്ന ഉൽപ്പന്നങ്ങൾ ഏതാണ്ട് മുഴുവനായും തന്നെ പണ്ട് റഷ്യയിലേക്കാണ് കൊണ്ടുപോയിരുന്നത്. ആ പതിവ് നിലച്ചതോടെ ഫാക്ടറികൾക്കും താഴുവീണു. ഇക്കാണുന്നത് ഇവിടുത്തെ പഴയൊരു പാൽ ഉൽപ്പന്ന ഫാക്ടറിയാണ്. വിവിധ നാടുകളിൽ നിന്നും വാഗണുകളിൽ കൊണ്ടുവന്നിരുന്ന പാൽ പല ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയിരുന്ന ഫാക്ടറി. സോവിയറ്റ് കാലത്ത് സ്ഥാപിതമായ ആ ഫാക്ടറി ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് ഷഹബാസ് പറഞ്ഞത്. പണ്ട് വിവിധ സോവിയറ്റ് നാടുകളിൽ നിന്നും സംഭരിക്കുന്ന പാൽ റെയിൽ മാർഗം എല്ലാ ദിവസവും ഖുജന്തിലെ ഫാക്ടറിയിലെത്തിയിരുന്നു. ഇവിടെ നിർമ്മിക്കുന്ന പാൽപ്പൊടി സോവിയറ്റ് യൂണിയനിലെ വിദൂര ഗ്രാമങ്ങളിൽ വരെ എത്തുകയും ചെയ്തിരുന്നു. വലിയ വൃത്തിയൊന്നുമില്ലാത്ത പ്രദേശങ്ങൾ പിന്നിട്ട് ഗഫൂറോവ് എന്ന സ്ഥലത്തെത്തി. ഇവിടെ കുറെ മിനി ബസ്സുകൾ നിരന്നു കിടക്കുന്നുണ്ട്. ഗഫൂറോവ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്കും ഖുജന്തിന് സമീപമുള്ള ഗ്രാമങ്ങളിലേക്കും പുറപ്പെടുന്ന മിനി ബസ്സുകൾ. ഗഫൂറോവ് പട്ടണത്തിന്റെ പ്രധാന ഭാഗമാണിത്. സോവിയറ്റ് നാളുകളിൽ സോവിയറ്റാബാദ് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശം. ഇതുവഴി തിരികെ ഖുജന്ത് പട്ടണത്തിന്റെ ഒരു ഭാഗത്തെത്തിയിട്ട് വേണം അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്കുള്ള യാത്ര തുടരാൻ. പഞ്ചകേന്ദ്, അർത്തുഷ് തുടങ്ങിയ ഏതാനും പ്രമുഖ സ്ഥലങ്ങൾ ഇന്ന് സന്ദർശിക്കാനാണ് എന്റെ തീരുമാനം. താരതമ്യേന പുതിയൊരു പട്ടണമാണ് ഞങ്ങൾ ഇപ്പോൾ കടന്നുപോകുന്ന ഗഫൂറോവ്. ഖുജന്ത് മേഖലയിലെ വ്യവസായങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ 1965 ഈ പട്ടണം സ്ഥാപിതമാകുന്നത്. തജിക്കിസ്ഥാനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ സെൻട്രൽ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്ന ബോബോജോൺ ഗഫൂറോവിച്ച് ഗഫൂറോവിന്റെ പേരിലാണ് ഇന്നിവിടം അറിയപ്പെടുന്നത്. 18,000 ആളുകൾ വസിക്കുന്നുണ്ട് ഗഫൂറോവിൽ. വീണ്ടും ഖുജന്ത് പട്ടണത്തിലേക്ക് എത്തുമ്പോൾ ചിറകു വിരിച്ചു നിൽക്കുന്ന ഒരു പരുന്തിന്റെ ശില്പമാണ് സ്വീകരിക്കുന്നത്. സോവിയറ്റ് നാളുകളിൽ വളരെ പ്രാധാന്യമാർന്ന ഒരു പട്ടണമായിരുന്നു ഇത്. അന്ന് തജിക്കിസ്ഥാനിൽ ഏറ്റവും അധികം വ്യവസായങ്ങൾ ഉണ്ടായിരുന്നതും ഇവിടെയാണ്. ഒരു വ്യവസായ നഗരം എന്ന നിലയിൽ ഖുജന്ത് വളർന്നു തുടങ്ങിയ കാലത്ത് 1936 സോവിയറ്റ് അധികാരികൾ ഈ പട്ടണത്തിന് ലെനിനാബാദ് എന്ന പേരു നൽകിയത്. 1991 സോവിയറ്റ് യൂണിയൻ തകരുന്നതുവരെ ആ പേര് നിലനിൽക്കുകയും ചെയ്തു. 14-ാം നൂറ്റാണ്ടിലെ സൂഫി വര്യനും കവിയുമായിരുന്ന കമാൽ ഖുജന്തിയുടെ ജന്മദേശമാണിത്. 15-ാം നൂറ്റാണ്ടിലെ പ്രമുഖ ഗണിതശാസ്ത്രജ്ഞനായിരുന്ന അബൂ മുഹമ്മദ് ഖുജന്തിയുടെ ജന്മനാടും ഇതുതന്നെ. നേരെ മുന്നിൽ വലിയൊരു കെട്ടിടം കാണാം. ഇവിടുത്തെ പ്രശസ്തമായ എഹ്സൻ ഹോട്ടലാണത്. അതിനു മുന്നിലൂടെ തന്നെയാണ് രാവിലെ ഞങ്ങൾ തജിക് സീയുടെ തീരത്തേക്ക് പോയത്. ഒരു ഉദ്യാന നഗരമാണ് ഖുജന്ത്. പട്ടണത്തിലെ സാധാരണക്കാരുടെ ഷോപ്പിംഗ് ഏരിയയിലൂടെയാണ് കടന്നു പോകുന്നത്. ധാരാളം കടകളും സൂപ്പർ മാർക്കറ്റുകളുമുള്ള ഇടം.
ഇക്കാണുന്നത് വേൾഡ് വാർ II മോണിമെന്റ് ആണ്. സോവിയറ്റ് ചെമ്പടയുടെ ഭാഗമായി യുദ്ധത്തിൽ പങ്കെടുത്ത നിരവധി കുജന്തികൾ കൊല്ലപ്പെട്ടിരുന്നു. പാതയിൽ ഒരിടത്ത് സിഗ്നൽ കാത്തുകിടക്കുമ്പോൾ മറ്റൊരു കാറിലിരിക്കുന്ന തജിക് കുടുംബം എന്നെ അഭിവാദ്യം ചെയ്യുന്നു. കുറെ പേരുണ്ട് കാറിനകത്ത്. ഇവർക്കെല്ലാം ഇന്ത്യക്കാരെ വലിയ കാര്യമാണ്. ഹിന്ദുസ്ഥാനി എന്ന് വിളിച്ചാണ് ഇന്നാട്ടുകാർ ഇന്ത്യക്കാരെ അഭിവാദ്യം ചെയ്യുക. ആ ജംഗ്ഷനിൽ ഖുജന്തിൽ നിന്നുള്ള യാത്ര തുടരാനായി ഞങ്ങൾ സിഗ്നൽ കാത്തു നിൽക്കുകയാണ്.